നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. അപ്പോൾ ഈയിടയ്ക്ക് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റാണ്, നമ്മളൊരു സബ്സ്ക്രൈബർ ഇട്ട ചോദ്യമാണ്. എന്തിനാണെങ്കിൽ നമ്മളിങ്ങനെ യൂണിയനിലൊക്കെ മെമ്പറാവുന്നത്? യൂണിയനെല്ലാം ഒഴിവാക്കണം, കേരളത്തിൽ ഒരു സ്വതന്ത്ര സംഘടന നമ്മളുണ്ടാക്കണം, നമ്മളെല്ലാം സ്വതന്ത്രമായിട്ട് നിന്ന് പ്രവർത്തിക്കണം എന്ന രീതിയിലൊരു കമൻറ്റ് വന്നു. അപ്പം അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ചേട്ടൻ ചോദിച്ചത് ശരിയാണ്. ചില യൂണിയനുകൾ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ പേരിൽ മിക്ക ആൾക്കാരും ആ യൂണിയനോട് വെറുപ്പ് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ എന്തിനാ യൂണിയൻ, ഞാനും കുറച്ച് നാൾ യൂണിയനിൽ പ്രവർത്തിച്ചാണ്, ഈ യൂണിയനൊക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ നിലപാട്, യൂണിയനൊക്കെ വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ തൊഴിലാളി മേഖലയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ യൂണിയനുകൾ എന്ന രീതിയിലൊക്കെ ചിന്തിച്ചു പോകും ആൾക്കാർ. ശരിയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ, സൗജന്യ യാത്രയെന്ന സ്റ്റിക്കർ പതിപ്പിക്കണം, മീറ്റർ ഇട്ടില്ലെങ്കിൽ എന്ന രീതിയിലൊരു വ്യവസ്ഥ വന്നായിരുന്നു. അത് പ്രാബല്യത്തിൽ വരാൻ പോയതുമായിരുന്നു. അതായത് ഓട്ടോറിക്ഷകളിൽ ഓട്ടം വിളിക്കുന്ന യാത്രക്കാർ ഓട്ടോറിക്ഷകളുടെ മീറ്ററിൽ പ്രവർത്തിക്കുന്നത് രഹിതമായി കണ്ടാൽ, അതായത് പ്രവർത്തിക്കുന്നില്ല, മീറ്റർ ഓണല്ല എന്ന് കണ്ടാൽ ആ യാത്രയ്ക്ക് ഓട്ടോറിക്ഷ കൂലി കൊടുക്കണ്ട എന്ന രീതിയിലേക്ക് ഉള്ളൊരു സൗജന്യ യാത്രാ സ്റ്റിക്കർ ഓട്ടോറിക്ഷകൾ പതിപ്പിക്കുന്ന രീതി വന്നായിരുന്നു. അപ്പം അതിനെതിരെ വിവിധ യൂണിയനുകൾ, ഇപ്പം INTUC, CAT, BMS, അങ്ങനെ ഒത്തിരി യൂണിയനുകൾ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള യൂണിയനുകൾ, അങ്ങനെ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ മേഖല തൊഴിലാളികളെയും ബാധിക്കുന്ന പ്രശ്നമാണെന്ന് അവരത് വിലയിരുത്തുകയും അവർ സംയുക്തമായിട്ട് നിന്നിട്ട് സർക്കാർ നിവേദനം കൊടുക്കുകയും അത് ഇങ്ങനൊരു വ്യവസ്ഥ, അതായത് സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ഓട്ടോ തൊഴിലാളികൾ മൊത്തത്തിൽ പണി മുടക്കുകയും എന്ന രീതിയിലേക്ക് ഉള്ള അറിയിപ്പ് സർക്കാരിലും ഗതാഗത വകുപ്പിലും നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് ഇടപെട്ട്, ഗതാഗത വകുപ്പ് അത് ഇടപെട്ട് അങ്ങനെ വ്യവസ്ഥ വേണ്ട, അത് പിൻവലിക്കണം. കാരണം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണിമുടക്കി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം എല്ലാ മേഖലയിലും ബസ്സുകളൊന്നും ഓടുന്നില്ല, മലയോര പ്രദേശങ്ങളുണ്ട്, ഓട്ടോറിക്ഷകൾ മാത്രം പോകുന്ന ഇടുങ്ങിയ റോഡുകളുണ്ട്. അപ്പോൾ അവിടുത്തെ സർക്കാർ ജോലിക്കാരുണ്ട്, മറ്റ് പൊതുജനങ്ങളുണ്ട്, യാത്ര ചെയ്യുന്നവർ, മറ്റ് മേഖല ജോലി ചെയ്യുന്നവരുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാർ പണി മുടക്കി കഴിഞ്ഞാൽ കേരളത്തിൽ അത് വലിയൊരു വിഷയമായി മാറും. കേരളം സ്തംഭിക്കാൻ തന്നെ കാരണക്കാരാവും, അല്ല കാരണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓട്ടോറിക്ഷ മേഖലയിൽ പണി മുടക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതും സർക്കാർ മനസ്സിലാക്കി, ഗതാഗത വകുപ്പിന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനൊരു വ്യവസ്ഥ വന്നുള്ള ബുദ്ധിമുട്ടും നമ്മുടെ സംയുക്തമായിട്ട് നിന്ന യൂണിയനുകൾ സർക്കാർ ബോധ്യപ്പെടുത്തി. മലയോര പ്രദേശങ്ങളിൽ മീറ്റർ ഇട്ട് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ വാഹനത്തിൽ പതിപ്പിച്ച് കഴിഞ്ഞാൽ യാത്രക്കാരുമായിട്ടുള്ള മറ്റ് സംഘർഷങ്ങൾക്കും സംസാരങ്ങൾക്കും ചാൻസ് ഉണ്ടാവുന്ന എല്ലാം നമ്മുടെ ഈ ഒരു മീറ്റർ ഇട്ട് ഓടുമ്പോഴുള്ള ബുദ്ധിമുട്ടും, മലയോര പ്രദേശങ്ങളിലെ മീറ്ററുകളിലെ റേറ്റ് മാറ്റണം, അതായത് റിട്ടേൺ കാരിക്ക് പോകുന്ന ഓട്ടോറിക്ഷകൾക്ക് പ്രത്യേക റേറ്റ് ആക്കണം എന്ന രീതിയിലൊക്കെ നമ്മൾ നേരത്തെ നിവേദനം സംയുക്തമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വീണ്ടും ചൂണ്ടിക്കാട്ടിയപ്പോൾ സർക്കാരിന് മനസ്സിലായി, ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മനസ്സിലായി, അങ്ങനെ ആ നിയമം പ്രാബല്യത്തിൽ വേണ്ട, അത് പിൻവലിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മൊത്തം തൊഴിലാളികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് കണ്ടപ്പോൾ എല്ലാ യൂണിയനുകളും രാഷ്ട്രീയം നോക്കാതെ ഒറ്റയ്ക്ക് നിന്നല്ലേ. ഇതിൻ്റെ ഫലം നമുക്ക് എല്ലാവർക്കും അല്ലേ കിട്ടുന്നത്, അല്ലാതെ സർക്കാരിൽ നിന്നൊരു ഓർഡർ വന്നിട്ടുണ്ടോ ഇന്ന യൂണിയനാണ് ഇതിനകത്ത് ഇടപെട്ടത്, അതായത് ഇന്ന യൂണിയനാണ് നിവേദനം നൽകിയതെന്നും ഇന്ന യൂണിയനിലുള്ളവർക്ക് മാത്രമേ ഈ നിയമം പ്രാബല്യത്തിൽ ആവുന്നുള്ളൂ എന്നും അല്ലാതെ യൂണിയനിൽ ഒന്നും പ്രവർത്തിക്കാതെ സ്വതന്ത്രമായിട്ട് വിടുന്ന ഓട്ടോറിക്ഷക്കാർ ഈ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന വ്യവസ്ഥയൊന്നുമല്ല വന്നത്. മൊത്തം തൊഴിലാളികളും കേരളത്തിലെ മൊത്തം ഓട്ടോറിക്ഷക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ളൊരു നിയമമാണ് വന്നത്. ശരിയല്ലേ? അതായത് സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിപ്പിക്കേണ്ട ആവശ്യകതയില്ല, മീറ്റർ ഇട്ട് ഓടിയാൽ മതി എന്നല്ലേ വന്നേക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം നമുക്ക് എല്ലാവർക്കുമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒന്നടങ്കം ഒരു കാരണവശാലും ഒരു യൂണിയനെയും അധിക്ഷേപിച്ച് സംസാരിക്കരുത്. നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ യൂണിയനുകളെല്ലാം ഒന്നിച്ച് നിൽക്കും, അതിനുവേണ്ടി പോരാടും, സമരങ്ങൾ വേണമെങ്കിൽ, ഹർത്താലുകൾ വേണമെങ്കിൽ, പണിമുടക്ക് വേണമെങ്കിൽ, അതിനെല്ലാം അവർ നേതൃത്വം കൊടുത്ത് ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യും. അത് നമുക്കെല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പിന്നെ അതിനകത്തും ആൾക്കാർ രാഷ്ട്രീയം നോക്കരുത്. മൊത്തം തൊഴിലാളികൾക്കും, അതായത് യൂണിയനിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാത്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പോലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവിടെ നടന്നത്. അല്ലാതെ യൂണിയനുകൾ ഇടപെട്ടു, യൂണിയൻകാർക്ക് മാത്രമല്ല അതിൻ്റെ പ്രയോജനം, അതായത് അതിൻ്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും കൂടിയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിയനിൽ നിങ്ങൾ ചേരുക, അത് ഇന്ന യൂണിയൊന്നുമില്ല, നിങ്ങളൊരു യൂണിയനിൽ ചേർന്ന് നോക്കുക, പ്രവർത്തിച്ച് നോക്കുക, അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്നൊക്കെ നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ആ യൂണിയൻ്റെ മേൽഘടകത്തെ അറിയിക്കുക. അതിനൊക്കെ നല്ല നീക്കുപോക്കം ഉണ്ടാവും, ഏത് യൂണിയനായാലും, അത് INTUC ആയാലും BMS ആയാലും CAT ആയാലും ഏതായാലും. അപ്പം യൂണിയനിൽ ഒന്നടങ്കം നമ്മൾ ഒരിക്കലും തെറ്റു പറയാൻ പാടില്ല. ചില നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ പ്രവർത്തനം കൊണ്ടായിരിക്കാം ചില യൂണിയനുകളിൽ ചില
മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെ മാറും. യൂണിയൻ ഒരിക്കലും കുറ്റം പറയുന്നതാണ് എൻ്റെ അഭ്യർത്ഥന. യൂണിയൻ ഉണ്ടായേ പറ്റൂ. നമ്മുടെ മേഖല സംരക്ഷിക്കണമെങ്കിലും നമ്മുടെ മേഖലയിലെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നമുക്ക് നല്ലൊരു യോജിച്ച നിലപാടുണ്ടാക്കിയെടുക്കാനൊക്കെ യൂണിയൻ ഉണ്ടായേ പറ്റൂ.